ഹായ് വെൽക്കം എവരി വൺ വൺസ് അഗെയിൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ ഫാമിലി സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും നമ്മൾ മാരീഡ് ആയിട്ടുള്ള നമ്മുടെ സ്പൗസും നമ്മുടെ കുട്ടികളും അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഫാമിലി സ്പോൺസർഷിപ്പിൽ ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധങ്ങളും എന്തുകൊണ്ടാണ് ഏറ്റവും ഒരു മേജർ റീസൺസ് ഫോർ റെഫ്യൂസൽസും, പിന്നെ അതുപോലെ തന്നെ അഥവാ നിങ്ങൾ മാരീഡ് അല്ല, ലീഗലി മാരീഡ് അല്ല, ഇഫ് യു ആർ ഇൻ എ ക്ലോസ് റിലേഷൻഷിപ്പ് ഓർ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഓർ വാട്ട് എവർ, അങ്ങനെയുള്ളവർക്ക് കൂടി കാനഡ കൊടുക്കുന്ന ചില ഓപ്ഷൻസ് കാനഡൻ്റെ അകത്തുനിന്നാലും കാനഡൻ്റെ പുറത്തായാലും അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലവർക്കൊക്കെ അത് ഉപകാരപ്പെട്ടേക്കാം. നമ്മുടെ കൾച്ചറിൽ കൂടുതലും ലീഗലി മാരീഡ് ആയിരിക്കും ആൾക്കാർ, 90% അങ്ങനെയുള്ള കേസുകളേ ഉള്ളൂ. ബട്ട് ഈടായിട്ട് കാനഡൻ്റെ അകത്തുനിന്നും കാനഡൻ്റെ പുറത്തുനിന്നും ഒക്കെ ആയിട്ട് പല നാഷണാലിറ്റി, ഞാനിതിപ്പോൾ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് കൂടുതൽ മലയാളികൾക്ക് ഇത് അറിയത്തുള്ളൂ. ബട്ട് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ബെറ്റർ ടു നോ ഇഫ് യു ഹാവ് എ ഫ്രണ്ട് ഓർ സംബഡി ഫ്രം എ ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓർ ഫ്രം യുവർ ഓൺ ബാക്ക്ഗ്രൗണ്ട്, ആരെങ്കിലും ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലുണ്ടെങ്കിൽ അവർക്ക് കൂടി ചിലപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ടേക്കാം ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ അവസാനം വരെ ഒന്ന് കാണാം. ഞാനിതിൽ പറയാൻ പോകുന്ന 2-3 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫാമിലി സ്പോൺസർഷിപ്പ് റെഫ്യൂസ് ആകുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ, ഇൻസൈഡ് കാനഡ ഔട്ട്സൈഡ് കാനഡ സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷനിലെ മേജർ ഡിഫറൻസസ്, പിന്നെ ഈ കോമൺ ലോ എലിജിബിലിറ്റി ഫാക്ടേഴ്സ്, ആൻഡ് ദെൻ ഓൾസോ കോൺജുഗൽ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ മലയാളത്തിൽ ഇതുവരെ ആരും ഉണ്ടായി കാണത്തില്ല. ഈ ഒരു പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി, അതായത് ലീഗലി മാരീഡ് സ്പൗസ് ആൻഡ് ഇഫ് ദർ ആർ ചിൽഡ്രൻ, അതായത് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബിലോ 22 years old, അവരാണ് ഇവർ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മേജറായിട്ടുള്ളൊരു സ്പോൺസറിൻ്റെ എലിജിബിലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് ഈ സ്പോൺസർ ചെയ്യുന്ന ആൾ മസ്റ്റ് ബി എ കനേഡിയൻ PR ഓർ കനേഡിയൻ സിറ്റിസൺ. കനേഡിയൻ പെർമനൻറ്റ് റെസിഡൻ്റ് ആണെങ്കിൽ ഹി മസ്റ്റ് ബി ഇൻസൈഡ് കാനഡ. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇമിഗ്രേഷനെ സംബന്ധിച്ച് നിങ്ങൾ മാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതല്ല, എന്ത് പറയുന്നെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഹണിമൂണിന് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹണിമൂണിൻ്റെ പിക്ചേഴ്സ്, നിങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ റെസിപ്റ്റ്സ്, പിന്നെ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള പ്രൂഫുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ സമയത്ത് പിന്നെ എവിടെയെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഡിന്നറോ അല്ലെങ്കിൽ വന്ന ഡാൻസ് പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന അതിൻ്റെയൊക്കെ പിന്നെ രീതിയിലുള്ള പിന്നെ ഫോട്ടോസ്, അതുപോലെ നിങ്ങളുടെ ഒരു ചർച്ച് വെഡ്ഡിങ് ആണെങ്കിൽ ചർച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്, കാര്യങ്ങൾ, അവിടെ നിന്നൊക്കെയുള്ള റെഫറൻസ് ലെറ്റേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, ഈ സ്പോൺസറിനോ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്ന ആൾക്കോ ഈ എന്തെങ്കിലും രീതിയിലുള്ള പ്രീവിയസ് വിസ റെഫ്യൂസൽസോ മറ്റുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കനേഡിയൻ ഇമിഗ്രേഷനായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും മറച്ചു വെക്കരുത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുകയാണെങ്കിൽ റെഫ്യൂസൽ മാത്രമല്ല 4-5 വർഷത്തേക്കുള്ള ബാനും കിട്ടും. ഇപ്പോൾ അടുത്ത് നടന്നൊരു സംഭവം, ഒരു ജസ്റ്റ് ഒരു മാസം മുന്നേ നമ്മളൊരു മലയാളി തന്നെ, അദ്ദേഹം മാരേജ് കഴിഞ്ഞിട്ട് ഈ പിന്നെ സ്പോൺസർ ചെയ്തു ആൾക്ക്, പിന്നെ അപ്ലിക്കേഷൻ വാസ് അണ്ടർ പ്രോസസ്. ഹി വാസ് വെരി പോസിറ്റീവ് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദി അപ്രൂവൽ. ഹി വാസ് ഇൻസൈഡ് കാനഡ, ഹിസ് വൈഫ് ഈസ് സംവെയർ ഇൻ കേരള. അപ്പം വാട്ട് വെൻറ്റ് റോങ് വാസ് ദാറ്റ് ഹി നോട്ട് ഓൺലി ഗോട്ട് എ റെഫ്യൂസൽ, ഹി ഓൾസോ ഗോട്ട് എ പെർമനൻറ്റ് ലൈഫ് ബാൻ ഫോർ ഹിസ് വൈഫ്. അത് ടോട്ടലി ഷോക്കിംഗ് ആയിരുന്നു എനിക്കും, കാരണം അങ്ങനെ ഒരു സംഭവം ഞാനും കേട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ മാരേജ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ PR ഒക്കെ ആവുന്ന ഈ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴൊക്കെ ഈ മാരേജിനെ പറ്റി പുള്ളി മറച്ചു വെച്ചു. അവസാനം പുള്ളി PR ഒക്കെ ആയിട്ട് ഇവിടെ നല്ല ജോലിയൊക്കെ ആയിട്ട് സെറ്റിൽ ആയതിനു ശേഷമാണ് സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ അവിടെ മിസ്റെപ്രസൻറ്റേഷൻ വന്നു. കാരണം പുള്ളി PR ആവുന്ന സമയത്തൊക്കെ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ മെരിറ്റൽ സ്റ്റാറ്റസ് എന്താണെന്ന്. അദ്ദേഹം ആ പഴയ ആദ്യമേ പറഞ്ഞ സിംഗിളാണ്, അപ്ലൈ ചെയ്യുമ്പോൾ സിംഗിളായിരുന്നു ഇനീഷ്യലി. ഈ ഡ്യൂറിങ് ദ പ്രോസസ്സാണ് പുള്ളി ഹി ഗോട്ട് മാരീഡ്. പുള്ളിയുടെ മെഡിക്കൽ കണ്ടീഷൻ സിംഗിൾ ടു മാരീഡ് സ്റ്റാറ്റസിലോട്ട് ചേഞ്ച് ചെയ്ത് പുള്ളി ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ചെയ്തില്ല. പുള്ളി ചിലപ്പോൾ ഇൻറ്റൻഷനലി ചെയ്തായിരിക്കില്ല, പുള്ളിയുടെ ഗ്രാൻഡ് മാ സിക്കായിരുന്നു, ഞാൻ ഒരുപാട് സ്ട്രെസ്സിലായിരുന്നൊക്കെ പുള്ളി പറയണം. ബട്ട് ഇതൊന്നും ഇമിഗ്രേഷൻ അറിയേണ്ട ആവശ്യമില്ല. അവസാനം നമ്മുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളല്ല, പുള്ളി സ്വന്തമായിട്ട് അപ്ലൈ ചെയ്താണ്. പക്ഷെ നമ്മുടെ അടുത്ത് വന്നിപ്പം ലക്കിലി നമ്മൾ വളരെ ലോജിക്കലായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മായുടെ കംപ്ലീറ്റ് ഹോസ്പിറ്റലൈസേഷൻ റെക്കോർഡും ഡെത്ത് റെക്കോർഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ വളരെ ലോജിക്കലായിട്ട്, പിന്നെ നാട്ടിലുള്ള 1-2 നല്ല പൗരപ്രമുഖരുടെയും ഈവൻ ഈ ഗ്രാൻഡ് മദറിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറിൻ്റെ ഒക്കെ ലെറ്ററുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലക്കിലി ദേ ഹാവ് റിമൂവ് ദ ബാൻ ആൻഡ് ദ ഫയൽ ഈസ് നൗ അണ്ടർ പ്രോസസ്. അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നടന്നതാണ്. ഇറ്റ്സ് പ്രിറ്റി ഹാർഡ് ടു ആക്ച്വലി ദീസ് ഡേയ്സ് എസ്പെഷ്യലി. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ പിന്നെ ഇമിഗ്രേഷൻ ഹിസ്റ്ററി എന്തുണ്ടായാലും അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ things can really get backfired. You have to keep on watching your emails, and in case there is anything that mostly it comes with, sometime even they send you a PFL. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പം ആ ഒരു 15 days ടൈമൊക്കെ തരുള്ളൂ.
അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങൾ ഫേക്കായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം തന്നെ തരത്തില്ല അവർ. അങ്ങനെയുള്ള എനിക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴത്തേക്ക് ഇമിഗ്രേഷൻ കാനഡ ഓൾസോ ഡോണ്ട് വാണ്ട് ടു ഗിവ് യു ലോട്ട് ഓഫ് ടൈം സോ ദാറ്റ് somehow even if you made a fake one, submitted a fake one in the beginning, now you are trying to get the genuine one എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു സമയം തരത്തില്ല. അതുകൊണ്ട് തന്നെ ഫ്രം ദ വെരി ബിഗിനിങ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ്, ജെന്യൂൻ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സബ്മിറ്റിംഗ് ഇറ്റ് വിത്ത് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇറ്റ് സെൽഫ്. വേറെ കാര്യം കൂടി ഇവിടെ എനിക്ക് പറയാനുള്ളത് കാനഡ ഇൻലാൻഡ് സ്പോൺസർഷിപ്പ് ആൻഡ് ഔട്ട്ലാൻഡ് സ്പോൺസർഷിപ്പ്. ഇതിലൊരുപാട് പേർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്താണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്നുള്ളത്. അതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഇൻലാൻഡ് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്പോൺസർ ചെയ്യപ്പെട്ട ആൾ കാനഡൻ്റെ അകത്തുണ്ടായിരിക്കണം, ലീഗൽ സ്റ്റാറ്റസിലായിരിക്കണം, പ്രോപ്പർ ലീഗൽ സ്റ്റാറ്റസിലായിരിക്കണം. അത് മാത്രമല്ല ആ വ്യക്തി ഒരിക്കലും ഈ സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടുന്ന് വിടാൻ പാടില്ല, കാനഡൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കണം. ദ മൊമെൻറ്റ് ഷീ ലീവ്സ് ഓർ ഹീ ലീവ്സ് കാനഡ ദ ആപ്ലിക്കേഷൻ ഗെറ്റ്സ് ആക്ച്വലി ഇൻവാലിഡ്. പിന്നെ ഇൻസൈഡ് കാനഡ ആപ്ലിക്കേഷൻ്റെ വേറെ വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് വർക്ക് പെർമിറ്റ്. മാത്രമല്ല പിന്നെ ഈ ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും പോയി ജോബ് ചെയ്യാം. കുറച്ച് സമയം എടുക്കും അതിന്. പിന്നെ ഔട്ട്സൈഡ് കാനഡയിലാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡിഫറൻസ് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ആൾ കാനഡൻ്റെ പുറത്താണ്, അദ്ദേഹത്തിന് ഇപ്പം അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ അവർ ഇങ്ങോട്ട് വരുന്നുള്ളൂ. പിന്നെ കൂടെ ഇത് ഇൻ കേസ് റെഫ്യൂസ് ആവുകയാണെങ്കിൽ ഔട്ട്സൈഡ് കാനഡ അപ്പീൽ ചെയ്യാം. അതിന് ഇപ്പം നമ്മൾ ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻസ് റെഫ്യൂസ് ആയി കഴിഞ്ഞാൽ വി ആർ ഡൂയിങ് ബേസിക്കലി അപ്പീൽ ത്രൂ ഇമിഗ്രേഷൻ അപ്പീൽ ഡിവിഷൻ. വേറാസ് നിങ്ങൾ ഇൻസൈഡ് കാനഡയിലുള്ള PR ആപ്ലിക്കേഷൻ ആണെങ്കിൽ സ്പോൺസർ സ്പോൺസർഷിപ്പ് ആണെങ്കിൽ യു ക്യാൻ ഓൺലി ഗോ ഫോർ JR, അതായത് ജുഡീഷ്യൽ റിവ്യൂ വിച്ച് ഈസ് ഇൻ ദ ഫെഡറൽ കോർട്ട്. There is no appeal system for spousal sponsorship refuse cases if it's an inland spousal sponsorship. നേരത്തെ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യം, അതായത് ഇഫ് നോട്ട് മാരീഡ് ദെൻ വാട്ട് എൽസ്, വാട്ട് ഹാപ്പൻസ്. ഇപ്പോൾ കാനഡൻ്റെ അകത്തുനിന്നാലും കാനഡൻ്റെ പുറത്തുനിന്നാലും ദർ ക്യാൻ ബി കോമൺ ലോ റിലേഷൻഷിപ്പ്. കാനഡൻ്റെ PR ഉള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ 1 year ആയിട്ട് 12 months എങ്കിലും ഒരു സ്വന്തം കൂടെ താമസിച്ചു, കൂടെ ഏകദേശം ഒരു കപ്പിളുടെ മാതിരി ജീവിച്ചു. അവർ പല കാര്യങ്ങളും ഷെയർ ചെയ്തു, അവരുടെ ബില്ലുകളും എക്സ്പെൻസസും മറ്റ് ബാങ്ക് അക്കൗണ്ട്സും മറ്റുള്ള പിന്നെ അവർ പല ടൂറുകളും പാർട്ടികളും പല ആൾക്കാരും അവരുടെ ഫ്രണ്ട് സർക്കിളൊക്കെ അറിയുന്ന രീതിയിൽ അവരൊരുപാട് കാര്യങ്ങളിൽ അങ്ങനെ ഒരു കപ്പിളുടെ പോലെ അവർ ജീവിച്ചു. ശരിക്കും ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെ അതെല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം യു ക്യാൻ ബി ഗോയിങ് ഫോർ കോമൺ ലോ സ്പോൺസർഷിപ്പ്. അപ്പോൾ അത് കൂടാതെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിനാരിയോയിൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും ജീവിച്ചിട്ടില്ല, ബട്ട് ദർ ഇസ് എ ജെന്യൂൻ റിലേഷൻഷിപ്പ്. അങ്ങനെ പല കേസുകൾ കാനഡൻ്റെ അകത്തുണ്ട്, കാനഡൻ്റെ പുറത്തുണ്ട്. ഇപ്പോൾ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നത് വെറും ഒരു മാസം മുന്നേ വന്ന കേസാണ്. ഇവർ രണ്ടുപേരും താമസിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവിംഗ് ഡിസ്റ്റൻസിനകത്താണ്. ബട്ട് ദ ഗേൾ ഈസ് ഫ്രം സ്ലൈറ്റ്ലി കൺസർവേറ്റീവ് ഫാമിലി. അതുകൊണ്ട് തന്നെ മാത്രമല്ല ആ കുട്ടി ഇപ്പോഴും പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദ പാരൻസ് വാണ്ട്സ് എ മാരേജ് ഓൺലി ആഫ്റ്റർ 2 years. But this girl has been in a relationship with this man for last 2 years. I mean, she is already 26 and he is also 27. രണ്ടുപേരും matured ആണ്, രണ്ടുപേരും ലീഗലി കാനഡയിലുള്ളതാണ്. ബട്ട് ദ ഗേൾ ഈസ് കനഡിയൻ PR, ബട്ട് ദ മാൻ ഈസ് നോട്ട്, ഈസ് എ ടെമ്പററി റെസിഡൻറ്റ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ഇപ്പോൾ ചെയ്യുക? ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഒന്നിച്ച് പലപ്പോഴും ടൂർ പോയിട്ടുണ്ട്, പലയിടത്തും താമസിച്ചിട്ടുണ്ട്, വളരെ ക്ലോസ് റിലേഷനാണ്, 100 കണക്കിന് ഫോട്ടോസ് ഉണ്ട്, പല ക്ലോസ് ഫ്രണ്ട്സിനും ബന്ധുക്കൾക്ക് അറിയാം, അവൻ്റെ കൂടുതൽ ബന്ധുക്കൾക്ക് അറിയില്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിന് അറിയാം, ബട്ട് ഈ പെൺകുട്ടിയുടെ പാരൻസിനൊക്കെ അറിയാം. മാത്രമല്ല അവർക്കൊക്കെ ഇവന് ഇഷ്ടമാണ്. ബട്ട് അവർ പറഞ്ഞത് കുട്ടി പഠിത്തം 2 വർഷം കൂടിയിട്ട് ആ പഠിത്തം കഴിഞ്ഞിട്ട് മതി. ബട്ടെങ്കിലും അവരെ ഒന്നിച്ച് താമസിക്കാൻ ഒരു രീതിയിലും പാരൻസ് സമ്മതിക്കത്തില്ല. അതിൻ്റെ പേര് മാത്രം അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല മാരേജിന് മുന്നേ. മാരേജ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദേ ആർ ഗോയിങ് ടു ലിവ് ടുഗദർ ആൻഡ് ദ മാരേജ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൺ ഓൾസോ. ബട്ട് ടൈം ബീങ് ദ ഇഷ്യൂ ഇസ് ദാറ്റ് ഈ ടെമ്പററി റെസിഡൻസുള്ള ഈ മെയിൽ പാർട്ട്ണർ അദ്ദേഹത്തിൻ്റെ വിസ തീരാൻ പോവാണ്, വർക്ക് പെർമിറ്റ് തീരാൻ പോവാണ്. അപ്പം വാട്ട് ടു ഡു? അപ്പം വി ആർ ഗോയിങ് വിത്ത് കോൺജുഗൽ പാർട്ട്ണർഷിപ്പ് സ്പോൺസർഷിപ്പ്. അത് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ എല്ലാ ലോജിക്കൽ ഏരിയകളും അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ, ഇമോഷണൽ, ഫിസിക്കൽ, വട്ടെവർ എല്ലാ രീതിയിലും അവർ തമ്മിൽ ഒരു പാർട്ട്നേഴ്സിൻ്റെ മാതിരി തന്നെയാണ്, ഒരു കപ്പിളിൻ്റെ മാതിരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ പല രീതിയിലും അതിനെ നമുക്ക് കനഡിയൻ ഇമിഗ്രേഷനെ കൺവിൻസ് ചെയ്യാൻ ഉള്ള ലോജിക്സും ഒരുപാട് എവിഡൻസസും ഒരുപാട് എക്സ്പ്ലനേഷൻസും അവിടെ അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ ഇതിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾ കനഡിയൻ PR ആണെങ്കിൽ അദ്ദേഹത്തിന് നാട്ടിലൊരാളുണ്ട്, മാരേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പം ഈ പറയുന്ന ഡിഫറെൻറ്റ് റിലീജിയൻ ആയിരിക്കാം, വേറെ രീതിയിലുള്ള ചില ഇഷ്യൂസ് ഉണ്ടാകും, പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻ. ഒരുപാട് പറയാവുന്ന ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയതുകൊണ്ട് എനിക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വളരെ ലോജിക്കലായിട്ട് വളരെ പ്രൂവ് ചെയ്യാൻ പറ്റിയുള്ള റീസൺസ് ഉണ്ട്. അതേസമയത്ത് റിലേഷൻഷിപ്പ് വളരെ ജെന്യൂനുമാണ്. ദോ ദേ ഡിഡ് നോട്ട് ലിവ് ടുഗദർ ആൻഡ് ഈവൻ വി ഹാവ് ടു പ്രൂവ് വൈ ദേ കാൺ മാരി, വൈ ദേ കാൺ ലിവ് ടുഗദർ, why they have to be, apart from each other.
ആൻഡ് വൈ യു ഹാവ് ടു ഗോ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എ കോൺജുഗൽ സ്പോൺസർഷിപ്പ് എന്നുള്ളത് ഇതൊക്കെ വളരെ നല്ല പ്രൊഫഷണൽസിൻ്റെ വഴി മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ഓഫീസൊക്കെ ഇത് കുറച്ച് കേസുകൾ ചെയ്ത പല കേസുകളും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൺസൾട്ടേഷനൊക്കെ വേണമെങ്കിൽ യു ഹാവ് ടു കോൾ ആൻഡ് ബുക്ക് എ കൺസൾട്ടേഷൻ വിത്ത് അസ്. നിങ്ങൾക്കിത് സ്വന്തമായിട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാർ പലരും നിങ്ങളുടെ കണക്ഷനിൽ കാണും. അതുകൊണ്ട് പ്ലീസ് ട്രൈ ടു ഷെയർ വിത്ത് മാക്സിമം പീപ്പിൾ. Thank you for watching. If you did not subscribe, also subscribe so that you don't miss my future videos. Okay, bye.